ഏതാണ്ട് ഒരു 4-5 ദിവസങ്ങൾക്ക് മുൻപ് ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിൽ ജോലി ചെയ്തിട്ട് ഭിന്നശേഷിക്കാരനായ ഒരു ഷിഹാബ് വാർത്താ സമ്മേളനം നടത്തി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് അയാൾക്ക് അവിടെ നിന്ന് ജോലി പോകാൻ കാരണം ശൈലജ ടീച്ചർ പറഞ്ഞിട്ടാണ് എന്ന് ഗോപിനാഥ് മുതുകാട് അയാളോട് പറഞ്ഞു എന്നാണ്. ടീച്ചറുടെ പേര് അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഗോപിനാഥ് അങ്ങനെ പറയാൻ യാതൊരു ഇടയില്ല. അതിനോടൊപ്പം എനിക്ക് ഡിഫറൻ്റ്ലി ആർട്സ് സ്റ്റഡീസ് അതായത് സ്കൂൾ അദ്ദേഹത്തിൻ്റെ അവിടെ ടീച്ചർ എനിക്കൊന്ന് ടീച്ചറിൻ്റെ ഒരു ഭരണകാലത്താണ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നൊക്കെ സഹായം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾ ഒരുപാട് പരാതികളുമായിട്ട് രംഗത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒന്ന് ആ സ്ഥലം സന്ദർശിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് മുതുകാടനെ സമീപിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ടീച്ചർ നമുക്ക് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ എന്തോ ഒരു വിഷമാണ് അവരുടെ അമ്മമാർ സഹിക്കുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചില കുട്ടികൾ വളരെ ഇതായിട്ട് ദേഷ്യപ്രകൃതികളുണ്ട്, പിന്നെ രക്ഷിതാക്കൾ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് അറിയില്ല, അവരുടെ ബ്രെയിൻ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ശാഠ്യക്കാരുണ്ട്, വളരെ സൈലൻ്റായവരുണ്ട്, പിന്നെ സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവരുണ്ട്. ഇത് വ്യത്യസ്ത രീതിയിലാണ്. ചില കുട്ടികളെ നമ്മൾ എത്ര ശ്രമിച്ചാലും മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയില്ല. ജന്മന അത്ര വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും അവർക്കുണ്ടാവുക. എന്നാൽ ഓട്ടിസവും സെർബൽ പൾസിയൊക്കെ ബാധിച്ച കുട്ടികൾക്ക് ചില പരിശീലനങ്ങൾ കൊടുത്താൽ അവരുടെ ചിന്തയിലും അവരുടെ മൂവ്മെൻറ്റിലും നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതിനാണ് ആശുപത്രികൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരേ ചികിത്സയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ വ്യത്യസ്തതയുടെ അതിൻ്റെ അളവ് എത്രയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവരെ നമുക്കൊരു പരിശീലനത്തിലൂടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അവരിൽ ചിലരെ തിരഞ്ഞെടുത്തവരെ, ഓട്ടിസം ബാധിച്ച എല്ലാവരെയും ഒന്നും മാജിക് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം എങ്ങനെയാണ്, വളരെ സിവിയർ ആയിട്ടുള്ളതാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു മൂവ്മെൻ്റ് ഒന്നും പറ്റില്ല. അപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഞാനത് ഒരു വേള ആലോചിച്ചത് ശരിയാവോ, ഈ കുട്ടികൾക്ക് മനസ്സും ശരീരവും അതിൻ്റെ ചലനാണല്ലോ മാജിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ശരിയാവുമോ? അപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം, എന്തെങ്കിലും പ്രയാസം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമുക്കൊന്ന് വലിയ അനുഗ്രഹമായിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഒന്നുമില്ലെങ്കിൽ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കും കുളിക്കുകയും ഒക്കെ സ്വയം ചെയ്താൽ അത് അമ്മമാർക്ക് വലിയ സഹായമായിരിക്കും. അവിടേക്കെങ്കിലും എത്തിക്കാൻ പറ്റുമോ നോക്കാമെന്നാണ്. അങ്ങനെയാണ് 23 കുട്ടികളെ സെലക്ട് ചെയ്യുകയാണ്. അല്ലാണ്ട് ആദ്യം വരുന്ന കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരുമാതിരി സാധിക്കുമെന്ന് തോന്നിയ കുറച്ച് കുട്ടികളെ അങ്ങനെ എടുത്തു. ഞാനും അതിൻ്റെ ആ പരിശീലനത്തിൻ്റെ തുടക്കത്തിൽ പോയിരുന്നു അവിടെ. അപ്പോൾ 2 സ്ട്രിങ് തന്നിട്ട് അതൊരു മാജിക് നോട്ട് ഇട്ടിട്ട് അത് നുള്ളി പൊളിച്ചഴിക്കാണ്ട് അഴിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. എൻ്റെ 2 നാട തന്നു, ഈ കുട്ടികൾക്കെല്ലാം കൊടുത്തു. എൻ്റെ അത് കുടുങ്ങിപ്പോയി അഴിക്കാൻ കിട്ടും. ഈ മക്കൾ ഒരു 5-10 പേര് ഒറ്റ കാഴ്ചയിൽ ഇത്. എന്നാൽ നിങ്ങൾ ഒറ്റക്ക് അവരോട് സംസാരിച്ചാലോ ആ കുട്ടികൾക്ക് അത് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നില്ല. ചിലർ മുഖം ഒരു ഭാഗം തിരിച്ചിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല 1 മുതൽ 10 വരെ പോലും. പേര് ചോദിച്ചാൽ ഇങ്ങോട്ട് നിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ പേരെന്താന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അതിൽ. എന്നിട്ട് ഈ കുട്ടികൾ ആദ്യം തന്നെ ഇത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ തലയിൽ എവിടെയോ ഒരു കഴിവുണ്ട്, അതൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മാറ്റം. ഞാൻ പറഞ്ഞു ഗോപി, ഇത് വർക്കൗട്ട് ആവുമെന്നാണ് തോന്നുന്നത്, നിങ്ങൾ നോക്കിക്കോളൂ, പക്ഷെ വളരെ ശ്രദ്ധിക്കണം, പിന്നെ വല്ലാണ്ട് നിർബന്ധിക്കുകയൊന്നും ചെയ്യരുത്. ഒരു 2-3 മാസം പരിശീലിപ്പിച്ചപ്പോൾ അത്ഭുതകരമായ മാറ്റം ഉണ്ടായി. എന്നിട്ട് ഈ കുട്ടികളുടെ സ്വയം വീട്ടിലെ ദിനചര്യ കാര്യങ്ങളെല്ലാം ഇവർ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ അമ്മമാർ അവരുടെ അഭിപ്രായമൊക്കെ. മാജിക് പഠിച്ച് സ്റ്റേജിൽ മാജിക്കിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ അരങ്ങേറ്റം നടത്തിയപ്പോൾ അരങ്ങേറ്റത്തിന് ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡൻറ്റ് ഹാമിദ് അൻസാരി സാറിനെ വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ ക്ഷണിച്ചു, ടാഗോർ തിയേറ്ററിലാണ്. അദ്ദേഹമുണ്ട്, നമ്മുടെ അന്നത്തെ ഗവർണർ സദാശിവൻ സാറുണ്ട്, അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി ഉണ്ട്. എല്ലാവരും നിറഞ്ഞ സദസ്സിൽ കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. എന്തോ ഒരു മനോഹരമായി വിശ്വസിക്കാൻ പറ്റില്ല. വിഷ്ണു എന്ന് പറയുന്നൊരു കുട്ടി കാർഡ് കൊണ്ടൊരു മാജിക് കാണിക്കുന്നുണ്ട്. വിഷ്ണുവിന് ശരിക്കും 1 മുതൽ 10 വരെ 1, 2, 3 അതിനപ്പുറം പറയാൻ പറ്റില്ല. പ്രൊണൗൺസിയേഷനും ആവില്ല. ലേശം ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ടാണ് വിഷ്ണുവിൻ്റെ ശരീരമൊക്കെ ഉള്ളത്. പക്ഷേ അത് മാജിക് കാണിക്കുമ്പോൾ ആ ചെരിവ് പോലും മാജിക്കിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്ന വിധത്തിൽ നമുക്കത് നന്നായിട്ട് അവസാനം ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ, അത് നിങ്ങളാരും കാണണം കുട്ടികളുടെ പെർഫോമൻസ്. അത് കഴിഞ്ഞപ്പോൾ അമിത് അൻസാരി സാറും സദാശിവ സാർ എന്നോട് പറഞ്ഞു, എനിക്ക് മാഡം കണ്ണീര് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സന്തോഷം കൊണ്ടാണ്. ഇവരുടെ യഥാർത്ഥത്തിലുള്ള രീതി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരുടെ പെർഫോമൻസ്, ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ, അത് സാധിച്ചിരിക്കുന്നു, ഇതൊരു വലിയ നേട്ടമാണ്. കൂടുതൽ കുട്ടികളെ ഇതുപോലെ പരിശീലിപ്പിക്കണം. എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ കാണുന്നത് എന്താ, ഈ പരിശീലിപ്പിച്ച കുട്ടികൾക്കൊരു സ്ഥിരം പെർഫോമൻസ് തിയേറ്റർ
അവിടെ വരുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നു. വിഷ്ണുവിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടോ 9 ലക്ഷത്തോളം രൂപ വിഷ്ണുവിന് അവിടെ നിന്ന് ഇതിനിടയിൽ കിട്ടി. അവരിൽ ചിലർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് താമസിക്കാൻ. പിന്നെ സംഭാവനയൊക്കെ കിട്ടുന്നുണ്ട്, ചെറിയതായിട്ടുണ്ടാവാം. അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല, കാരണം അതിൻ്റെ ഭരണവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. സാമൂഹ്യനീതി വകുപ്പ് എന്നുള്ളതിൽ എനിക്ക് തോന്നി ഇത്രയും പരിശ്രമം നടത്തുന്ന ഒരു സ്ഥാപനത്തിന്, അതും കിൻഫ്രയിലാണ് പിന്നെ അതുള്ളത്, ഒരു ചെറിയ സഹായം ഗവൺമെൻറ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 45 ലക്ഷം രൂപയായിരുന്നു എന്നാണ്. സ്ഥിരമായിട്ടൊരു പെർഫോമൻസ് തിയേറ്റർ ഉണ്ടാക്കാനും കുട്ടികൾക്ക് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനും കൊടുത്തു. അത് നഷ്ടമാണെന്ന് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഈ പരാതിക്ക് അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും കുറേ പരാതി ഉണ്ടാകും. ഇനി എന്തെങ്കിലും ക്രമക്കേടോ മറ്റോ ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനൊന്നും ഞാനെതിരല്ല കേട്ടോ. അതാണ്. പക്ഷേ ആരാണ് പണമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നിനു വേണ്ടി മുന്നിട്ടിറങ്ങുക? സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിദേശത്ത് കുറച്ച് എല്ലാവരെയും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ചിലരെ കൂട്ടിയിട്ടില്ല, ഇങ്ങനെ ഒക്കെ പരാതി ഉണ്ടാവാം. പക്ഷേ അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം. അതിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ഷിഹാബിനെ എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ ഷിഹാബ് ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷിഹാബ് ഇവിടെയുണ്ടല്ലേ, നന്നായി എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഷിഹാബ് ഇവിടെയില്ല. ഞാൻ 2-3 തവണ ആ സമയത്ത് സന്ദർശിച്ചിരുന്നു. ഇല്ല, ഞാൻ ഷിഹാബിനെ എടുത്തതും എനിക്ക് പങ്കില്ല, ഒഴിവാക്കിയതിലും എനിക്ക് പങ്കില്ല. അത്രയേ ഉള്ളൂ.